പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഓൺലൈൻ മീഡിയയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓൺലൈൻ മീഡിയയിൽ കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം സഹായിച്ചോർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഒരു പാട്ടിൻ്റെ ചില ലൈനുകൾ ഞാനിവിടെ പാടിയതിന് ശേഷമായിട്ട് തിരുവചനം വായിച്ച് പ്രാർത്ഥിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ വീട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനാലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനാലോകത്തില്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തും കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അബ്രഹാം എന്ന വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന ഭക്തൻ തൻ്റെ മക്കളോടുകൂടെ ഈ ഭൂമിയിൽ താൽക്കാലികമായ കൂടാരങ്ങളിൽ പാർക്കുമ്പോഴും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ സത്യവേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ അന്യന്മാരും പരദേശികളുമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ട് പോകേണ്ടതായിട്ട് വരുന്നു. അനേകം പ്രിയപ്പെട്ടവർ നനച്ചിരിക്കാത്ത സമയങ്ങളിൽ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ലോകം ശാശ്വതമല്ല, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം പഠിക്കുമ്പോഴും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നുവെന്ന് 2 കൊരിന്ത്യർ 5-ന്റെ 1-ാം വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പണിയുന്ന കൂടാരങ്ങളെല്ലാം താൽക്കാലികമാണ്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം എന്ന് വെച്ചാൽ ഈ ശരീരമാകുന്ന ഈ വീടും നമ്മൾ ഒരു നാൾ വിട്ടുപോകേണ്ടതായിട്ട് വരും. എന്നാൽ ഈ കൂടാരം വിട്ടാലും ഒരു നിത്യഭവനം ദൈവം നമുക്കായി പണിതുകൊണ്ടിരിക്കുന്നത് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ, ദൈവത്തിന് വേണ്ടുന്ന മഹത്വം കൊടുക്കുവാൻ, ദൈവിക ദർശനത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ
കർത്താവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ മീഡിയയിൽ കൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവെ, അവിടുത്തെ കരം തൊട്ട് അങ്ങയുടെ മക്കളെ സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്തവും കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.